ആ ചേട്ടൻ ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം പൊന്നുപോലെ ചേർത്ത് പിടിക്കുകയാണ്. അന്ന് കുഞ്ഞിന് 8 മാസം മാത്രം പ്രായമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ രാഹുൽ തന്നെ പറയുന്നുണ്ടല്ലോ. സാധാരണ മനുഷ്യന്മാരെ പോലെ ജീവിക്കാനുള്ള ഞങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നത് ഒരു 2000 ഒക്ടോബർ 12 അതൊരു അപകടത്തിന്റെ രൂപത്തിലായിരുന്നു. അന്ന് ഞങ്ങൾ പുറത്തു പോയതായിരുന്നു. ഒരു യാത്ര പോയപ്പോൾ വഴി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ആക്സിഡന്റ് ആയത്. ഒരു ബസ് വന്ന് ബാക്കിൽ നിന്ന് ഹിറ്റ് ചെയ്ത ഡയറക്റ്റ് ഹിറ്റ് ആയിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഞങ്ങൾ 3 പേരും തെറിച്ചു വീണു. വൈഫ് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. വൈഫിനെ അവിടെ എല്ലാവരും കൂടി ചേർന്ന് എടുത്ത് നാഷണൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് MRI എടുത്തപ്പോഴാണ് ഡോക്ടർ പറയുന്നത് കഴുത്തിൻ്റെ കശേരി ഒടിഞ്ഞു പോയി, സ്പൈനൽ കോഡ് ട്രാൻസാക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ന്യൂറോ സർജനൊക്കെ വന്നു, 2 ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ അവർ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അതിനുശേഷം കഴുത്തിന് താഴത്തേക്ക് ചലനില്ലാതെ ഞങ്ങൾ അവളിപ്പോഴും ജീവിച്ചെത്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ആക്സിഡന്റിന് ശേഷം ഒഴുക്കിനെതിരെയുള്ള ഒരു തെരച്ചിലായിരുന്നു. ഹസ്ബൻഡിന്റെ സപ്പോർട്ടാണ് മുന്നോട്ട്